അമൃത്വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15 ചൊവ്വാഴ്ച. യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു. നാളെയാണ് ശിക്ഷ നടപ്പാക്കാനിരുന്നത്. ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കാൻ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം അനുമതി നൽകുകയായിരുന്നു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ സൂഫി പണ്ഡിതന്മാർ കുടുംബവുമായി നടത്തിയ ചർച്ചയിലാണ് ഫലം കണ്ടത്. ആക്ഷൻ കൗൺസിലാണ് ഇക്കാര്യം അറിയിച്ചത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇന്നും ചർച്ചകൾ നടന്നിരുന്നു. യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും ഇക്കാര്യം സ്ഥിരീകരിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വിദേശകാര്യ മന്ത്രാലയവുമായി ഗവർണർ സംസാരിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കണം എന്ന ആവശ്യമാണ് ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രവാസി വ്യവസായി MA യൂസഫലിയുമായും ഗവർണർ സംസാരിച്ചു. ദിയാധനത്തിന് എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് MA യൂസഫലി ഗവർണറെ അറിയിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇടപെട്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ വേണ്ടിയാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമനിലെ പണ്ഡിതന്മാരെ ബന്ധപ്പെട്ടുവെന്ന് കാന്തപുരം പറഞ്ഞു. വധശിക്ഷ വിധിച്ചവർക്ക് കുടുംബം ആവശ്യപ്പെടുന്ന പണം നൽകിയാൽ മാപ്പ് നൽകാൻ മതത്തിൽ വ്യവസ്ഥയുണ്ടെന്നും അത് ഉപയോഗിക്കാനാണ് നീക്കം നടത്തിയതെന്നും കാന്തപുരം പ്രതികരിച്ചു. 18 ദിവസം ബഹിരാകാശ നിലയത്തിൽ തങ്ങിയ ശേഷം ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെയാണ് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം തെക്കൻ കാലിഫോർണിയൻ തീരത്ത് പസഫിക് കടലിൽ വന്ന് പതിച്ചത്. സഞ്ചാരികളെല്ലാം സുരക്ഷിതരായി തിരിച്ചെത്തി. ഇതോടെ ആക്സിയം 4 ദൌത്യം പൂർത്തിയാക്കി. കീം റാങ്ക് പട്ടിക പുനഃക്രമീകരിച്ചതുമായി ബന്ധപ്പെട്ട് കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ സർക്കാരിന് നോട്ടീസ് അയക്കാതെ സുപ്രീംകോടതി. ഹർജി നൽകിയ കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. സർക്കാർ അപ്പീൽ നൽകുമോയെന്നും കോടതി ചോദിച്ചു. പ്രവേശന നടപടികളെ ബാധിക്കുന്ന തീരുമാനമെടുക്കില്ലെന്ന് സൂചിപ്പിച്ചായിരുന്നു ജസ്റ്റിസ് നരസിംഹയുടെ പരാമർശം. ഹർജി കോടതി നാളെ വീണ്ടും പരിഗണിക്കും. സ്കൂൾ സമയമാറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സമയമാറ്റത്തിൽ എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തും. എന്നാൽ ഇത് സമയമാറ്റമെന്ന തീരുമാനത്തിൽ മാറ്റം വരുത്താനല്ല, മറിച്ച് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനാണെന്നും മന്ത്രി വ്യക്തമാക്കി. സമസ്ത ഉൾപ്പെടെ പരാതിയുള്ള എല്ലാ വിഭാഗങ്ങളെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശരത് പവാറിനൊപ്പമെങ്കിൽ MLA സ്ഥാനം ഉടൻ രാജിവെക്കണമെന്നും അല്ലെങ്കിൽ തങ്ങളുടെ NCPയിൽ ചേരണമെന്നും അറിയിച്ചുകൊണ്ട് AK ശശീന്ദ്രനും തോമസ് K തോമസിനും പ്രഫുൽ പട്ടേൽ കത്തയച്ചു. ശരത് പവാറിനൊപ്പം തുടർന്നാൽ കേരളത്തിലെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യരാകുമെന്നാണ് പ്രഫുൽ പട്ടേലിന്റെ മുന്നറിയിപ്പ്. എന്നാൽ കത്തിനെ ഗൌരവമായി കാണുന്നില്ലെന്നും അവഗണിക്കാനാണ് തീരുമാനമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. അനർട്ടിലെ ക്രമക്കേടും അഴിമതിയും സംബന്ധിച്ച് വൈദ്യുതി മന്ത്രിയോട് രമേശ് ചെന്നിത്തലയുടെ 9 ചോദ്യങ്ങൾ. അഴിമതി കാണിച്ചിട്ടില്ലെന്നും ചെന്നിത്തല ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് വൈദ്യുതി മന്ത്രിയോട് ഏതാനും ചോദ്യങ്ങൾ പരസ്യമായി തന്നെ ചോദിച്ചു. അദ്ദേഹം അതിന് പരസ്യമായി മറുപടി പറയട്ടെയെന്നും അതിനുശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി ചോദിക്കാമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കണ്ണൂരിൽ K സുധാകരനെ അനുകൂലിച്ച് മുദ്രാവാക്യങ്ങൾ വിളിച്ചത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രാദേശിക പ്രവർത്തകരെന്ന് DCC. സുധാകരൻ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവാണെന്നും അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ചതിൽ അപാകതയില്ലെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഇന്നലെ നടന്ന സമരസംഗമം പരിപാടിയിലാണ് KPCC പ്രസിഡന്റിനും സഹഭാരവാഹികൾക്കും മുദ്രാവാക്യം വിളിക്കാതെ പരിപാടിയിൽ പങ്കെടുക്കാത്ത K സുധാകരന് വേണ്ടി മാത്രം ഒരു വിഭാഗം പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത്. മണ്ണാർക്കാട് നഗരത്തിലൂടെ കൊലവിളി മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയ സംഭവത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം ആർഷോ,
മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീരാജ്, CPM ലോക്കൽ സെക്രട്ടറി മൻസൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ മുൻ SFI നേതാവായ ഷാനിഫ് കെ മണ്ണാർക്കാട് പോലീസിന് പരാതി നൽകി. കലാപ ആഹ്വാനത്തിന് കേസെടുക്കണമെന്ന് പരാതിയിൽ പറയുന്നു. പാൽവില കൂട്ടാനുള്ള നിർണായക തീരുമാനമെടുക്കാൻ ഇന്ന് ഡയറക്ടർ ബോർഡ് യോഗം മിൽമ ആസ്ഥാനത്ത് ചേരുന്നു. 3 മേഖലാ യൂണിയനുകളിലെ ചെയർമാൻമാർ, MDമാർ തുടങ്ങിയവർ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കും. മിൽമ, തിരുവനന്തപുരം, എറണാകുളം യൂണിയനുകൾ വർധനയ്ക്ക് അനുകൂല തീരുമാനം എടുത്തിരുന്നു. എന്നാൽ വില കൂട്ടേണ്ടതില്ലെന്ന നിലപാടിലാണ് മലബാർ യൂണിയൻ എന്നാണ് വിവരം. ലിറ്ററിന് 10 രൂപ വർധനയാണ് എറണാകുളം യൂണിറ്റിന്റെ ശുപാർശ. പന്തീരാങ്കാവിൽ ബാങ്ക് ജീവനക്കാരിൽ നിന്നും 40 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. പ്രതി ഷിബിൻലാൽ തട്ടിയെടുത്ത 40 ലക്ഷത്തിൽ ഇനിയും കണ്ടെത്താനുള്ള 39 ലക്ഷം പറമ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ഷിബിൻലാലിന്റെ വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെയുള്ള പറമ്പിലാണ് പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കി കുഴിച്ചിട്ട നിലയിൽ പണം കണ്ടെത്തിയത്. സബ് ട്രഷറി സൂപ്രണ്ടിന്റെ വ്യാജ ഒപ്പിട്ട് വ്യാജരേഖയുണ്ടാക്കി 1.5 ലക്ഷം തട്ടിയെടുത്ത കേസിൽ പ്രതി അറസ്റ്റിൽ. തിരുവനന്തപുരം തൈക്കാട് വഴുതക്കാട് സ്വദേശി ഷിയാസാണ് അറസ്റ്റിലായത്. പ്രതിയെ മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പൊതുമരാമത്ത് കോൺട്രാക്ട് പുതുക്കാനുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് രാജേഷ് എന്ന വ്യക്തിയിൽ നിന്ന് ഷിയാസ് പണം തട്ടിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് വായ് മൂടിക്കെട്ടി പ്രതിഷേധം. ജീവൻ സംരക്ഷിക്കാൻ പാവപ്പെട്ട രോഗികൾ സ്വകാര്യ ആശുപത്രികളെയോ കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളെയോ സമീപിക്കേണ്ട അവസ്ഥയാണെന്നും ഉത്തരവാദപ്പെട്ട സ്ഥലം MPയും MLAയും നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണെന്നുമാണ് പരാതി. ടെക്നീഷ്യന്മാർ പരിചയസമ്പന്നരല്ലെന്ന വകുപ്പ് മേധാവി റിപ്പോർട്ട് നൽകിയതോടെയാണ് ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവച്ചത്. ADGP MR അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്ര വിവാദത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. അജിത് കുമാർ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുവെന്നാണ് റിപ്പോർട്ട്. ശനിയാഴ്ച വൈകുന്നേരമാണ് ADGP പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്തത്. അടുത്ത ദിവസം തിരിച്ചും ട്രാക്ടറിൽ മലയിറങ്ങി. നവഗ്രഹ പ്രതിഷ്ഠാ ദർശനത്തിനുള്ള യാത്രാ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം നിലവിലുണ്ട്. കാട്ടുപന്നികളെ വെടിവെക്കാൻ ശക്തമായ നടപടിയുമായി ചാലിയാർ ഗ്രാമപഞ്ചായത്ത്. ഇതിനായി തോക്ക് ലൈസൻസുള്ള 17 ഷൂട്ടർമാരെ നിയമിച്ചു. ഇന്നു മുതൽ കാട്ടുപന്നികളെ വെടിവെക്കും. പെരുമ്പത്തൂർ, എളമ്പിലാക്കോട്, മുട്ടിയേൽ വാർഡുകളിലാണ് ഇന്ന് രാത്രി കാട്ടുപന്നികളെ വെടിവെക്കുക. ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ്. ബിഗസ്റ്റ് ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ് ഇത് ആരംഭിക്കുന്നു. എല്ലാ ആഭരണങ്ങളിലും നേടൂ പണിക്കൂലിയിൽ 50% വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട്. ഗോൾഡ്, ഡയമണ്ട്, പോൾക്കി, പ്രഷ്യസ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ചോയ്സ്. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് ചെയർപേഴ്സണും BJP കൌൺസിലർമാരും ആശുപത്രിയിൽ. വാർഷിക പദ്ധതി ഭേദഗതിയിൽ BJP കൌൺസിലർമാരുടെ വാർഡുകളെ അവഗണിക്കുകയും ഭരണപക്ഷ കൌൺസിലർമാരുടെ വാർഡുകൾക്ക് വാരിക്കോരി നൽകുകയും ചെയ്യുന്നു എന്നാരോപിച്ചാണ് BJP കൌൺസിലർമാർ പ്രതിഷേധിച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന ചാലക്കുടി കോടശ്ശേരി പഞ്ചായത്തിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തിയ പ്രതിപക്ഷത്തിനു നേരെ ഭരണപക്ഷത്തിന്റെ ആക്രമണം. ആക്രമണത്തിൽ പ്രതിപക്ഷത്തെ 2 വനിതാ അംഗങ്ങൾക്കടക്കം 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിൽ പ്രതി ഷെറിന്റെ മോചനത്തിന് സർക്കാർ ഉത്തരവിറങ്ങി. മന്ത്രിസഭാ ശുപാർശ ഗവർണർ നേരത്തെ അംഗീകരിച്ചിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ബോണ്ട് പതിപ്പിച്ചാൽ ഷെറിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. ജീവപര്യന്തം തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലമായ 14 വർഷം പൂർത്തിയായതിനു പിന്നാലെയാണ് ഷെറിൻ സ്വതന്ത്രയാകുന്നത്. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ തിരികെയെത്തി. ഇന്ന് പുലർച്ചെ 3 മണിയോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയും DGPയും അടക്കമുള്ളവർ എത്തിയിരുന്നു. നേരത്തെ നടത്തിയിരുന്ന ചികിത്സയുടെ തുടർച്ചയായുള്ള പരിശോധനകൾക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര. കൊല്ലം കേരളപുരം സ്വദേശി വിഭജികയെയും കുഞ്ഞിനെയും ദുരൂഹ സാഹചര്യത്തിൽ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഷാർജ പോലീസിലും കുടുംബം പരാതി നൽകും. ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം കേരളത്തിൽ നൽകിയ പരാതി DYSP അന്വേഷിക്കും. കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ വിവിധ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാർ 7.05 കോടി രൂപ അനുവദിച്ചു. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ, ആർട്ടിഫെസ്റ്റ്, ഹോം സ്റ്റേകൾ, നെറ്റ് സീറോ ടൂറിസം തുടങ്ങി വിവിധ പദ്ധതികൾക്കായി ഈ ഫണ്ട് ഉപയോഗിക്കും.
കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ജോലി വാഗ്ദാനം ചെയ്യുന്ന വ്യാജ തൊഴിൽ റാക്കറ്റുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് VSSC മുന്നറിയിപ്പ് നൽകി. ഒഴിവുകൾ VSCCയുടെയോ ISROയുടെയോ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പരസ്യപ്പെടുത്തുന്നതാണെന്ന് VSCC അറിയിച്ചു. ലക്ഷക്കണക്കിന് രോഗികൾക്ക് അവശ്യഘട്ടങ്ങളിൽ രക്തം എത്തിച്ചു നൽകിയ ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന സംഘടന സ്ഥാപിച്ച വിനോദ് ഭാസ്കരൻ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. കരൾ രോഗം കാരണം കുറച്ചു ദിവസമായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. തെലങ്കാനയിൽ കോൺഗ്രസ് നേതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോൺഗ്രസ് SC സെൽ നേതാവ് മാരെല്ലി അനിലാണ് മരിച്ചത്. മേദക് ജില്ലയിലെ കുൽച്ചര മണ്ഡലിൽ ഇന്ന് രാവിലെയാണ് അനിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാറിൽ ഹൈദരാബാദിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അനിൽ. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് വെടിയുണ്ടകൾ കണ്ടെടുത്തു. ഹൈദരാബാദിൽ CPI സംസ്ഥാന കൌൺസിൽ അംഗത്തെ വെടിവെച്ച് കൊലപ്പെടുത്തി. ചന്തു നായിക് എന്ന ചന്തു റാത്തോഡാണ് കൊല്ലപ്പെട്ടത്. മാലക്പേട്ട് സലിവാഹന നഗർ പാർക്കിൽ രാവിലെ 7:30ക്കാണ് സംഭവമുണ്ടായത്. കാറിലെത്തിയ അക്രമി സംഘം മുഖത്തേക്ക് മുളകുപൊടി വിതറിയ ശേഷം വെടിയുതിർക്കുകയായിരുന്നു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണിയെത്തിയത്. BSEയെ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഇമെയിൽ സഖാവ് പിണറായി വിജയൻ എന്ന ഇമെയിൽ ഐഡിയിൽ നിന്നാണ് ലഭിച്ചത്. മുംബൈ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്തനാർബുദം, അലർജി, പ്രമേഹം എന്നിവയുൾപ്പെടെയുള്ള രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന 71 അവശ്യ മരുന്നുകളുടെ വില കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചു. നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചത്. ബംഗളൂരുവിൽ ഓട്ടോറിക്ഷ നിരക്ക് വർദ്ധിപ്പിച്ചു. ആദ്യ 2 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിനുള്ള മിനിമം നിരക്ക് 36 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത്. നേരത്തെ ഇത് 30 രൂപയായിരുന്നു. 6 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ആദ്യത്തെ 2 കിലോമീറ്ററിന് ശേഷം പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനുമുള്ള നിരക്ക് 18 രൂപയായും വർദ്ധിപ്പിച്ചു. പാകിസ്ഥാനിലെ ഉന്നത സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ നിർദ്ദേശാനുസരണം പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും ലഷ്കർ-ഇ തൊയ്ബയും ചേർന്നാണ് ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതെന്ന് റിപ്പോർട്ട്. ആക്രമണം നടപ്പാക്കിയ ഭീകരവാദികളെല്ലാവരും പാകിസ്ഥാനികളായിരുന്നെന്നും ഉന്നത വൃത്തങ്ങൾ ഉദ്ധരിച്ച ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. മെയ് മാസത്തിലുണ്ടായ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടെന്ന അവകാശവാദം വീണ്ടും ഉന്നയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാറ്റോ ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ടെയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ട്രംപ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.